ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രേഖ വന്നിട്ട് ഗീതുവിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് വരുണേട്ടൻ്റെ മാറ്റത്തിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വരുണേട്ടനെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയാണ്. എന്ന് ഗോവിന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടായിരിക്കാം വരുണേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വരുണേട്ടനെ പൂർണ്ണമായി ഒരിക്കലും എനിക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതുവിൻ്റെ അടുത്ത് വന്നേച്ച് ഇങ്ങനെ പറയുന്നുണ്ട് രേഖ. അപ്പം ഗീതു പറയുന്നുണ്ട്, അങ്ങനെ രേഖച്ചിക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പം വരുണേട്ടൻ്റെ ഒരു ശ്രദ്ധ എപ്പോഴും ചേച്ചിക്ക് നല്ലതാണ് എന്ന് പറയാം കേട്ടോ. അപ്പം അതെ, ഞാൻ എന്താണേലും അങ്ങനെ തന്നെ ഇപ്പോഴും ഇങ്ങനെ വരുണേട്ടൻ്റെ അടുത്ത് നിൽക്കണത് എന്നാണ് ഗീതുവിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ കാണിക്കുന്ന ഗോവിന്ദാണ്. ഗോവിന്ദ് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. എന്നിട്ട് മുടിയൊക്കെ ചീട്ടുന്ന മുടിയുടെ ഉള്ളൊരു നരച്ച മുടിയുണ്ട്, അത് പറിച്ചെടുക്കണോ മനസ്സും പഠിപ്പിക്കാനായിട്ട്. ഞാൻ എങ്ങനെയും ചെറുപ്പമാകാൻ നോക്കുമ്പോഴത്തേക്കും നരയൊക്കെ അതിലെ ഇതിലേക്ക് പൊങ്ങി വരാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് വിചാരിക്കണം. അതേസമയം ഗീതു അപ്പോഴത്തേക്കും വരും കേട്ടോ. അപ്പം ഗീതു വന്നു കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് നേരത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ തീർത്തിട്ട് നേരത്തെ ഇറങ്ങണം, ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയും. അപ്പോൾ എവിടെ പോകുമെന്ന കാര്യം ചോദിക്കുവാണ്. അപ്പോൾ പറയുന്നുണ്ട്, പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ പറയും, ഒരു ഡോക്ടറുണ്ട്, ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, 10-60 കിലോമീറ്റർ ദൂരെ വരെ പോകണം, രഞ്ജുവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറയും. അപ്പം ഗോവിന്ദൊന്നും പറയാതെ നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഡോക്ടർ എവിടെയാണെന്നും അപ്പം ആ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ റിലേഷനുള്ള ഏതെങ്കിലും സർക്കിളിലുള്ള ഒരാളുടെ ചിലപ്പോൾ ആവശ്യം വരും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ പിന്നെ രഞ്ജുവിൻ്റെ അമ്മയുണ്ടല്ലോ, അത് മതി. അപ്പം പിന്നെ നമുക്ക് പോകുമ്പോൾ അവരെ രഞ്ജുവിൻ്റെ അമ്മേനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ രഞ്ജുവിൻ്റെ അമ്മേനെ കൊണ്ടുപോകുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത പോലെ നിൽക്കും. അപ്പോൾ എൻ്റെ അമ്മേന്ന് വിളിച്ചതിനും മടിയുണ്ടോ, എന്നാൽ ഒരു കാര്യം ചെയ്തോ, അമ്മയായിട്ട് കാണണ്ട, അമ്മായിമ്മയായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് പറയും കേട്ടോ. അതിനുശേഷം എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കണം എന്നോർത്താണ് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ, എങ്ങനെയെങ്കിലും. പക്ഷേ രഞ്ജുവിൻ്റെ കാര്യത്തിന് വേണ്ടി ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമാകുമ്പോഴും ഗോവിന്ദിനൊന്നും അങ്ങ് എതിർത്ത് പറയാനും പറ്റത്തില്ല. അപ്പം ഗീതു പറയുന്നുണ്ട്, ഇന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പോകണമെന്ന്. ഗീതു വന്നിട്ട് അമ്മേനെ വിളിക്കുവാണ്, വിജയലക്ഷ്മീനെ വിളിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ 2 മണിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അമ്മ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമാണ്, അമ്മ വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം ഇപ്പം പറയുന്നുണ്ട്, അയ്യോ മോളെ 2 മണിക്കോ, അപ്പോൾ എനിക്കൊരു അയ്യോ ഇന്ന് തന്നെ പോകണം, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, വേറൊരു വളരെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചൊരു മീറ്റിംഗ് ആയിരുന്നു, അതിന് പോവാതിരിക്കാനും പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. അവർ അമ്മ ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റാണ്, പറഞ്ഞ സമയത്ത് തന്നെ ചെല്ലണം, അല്ലെങ്കിൽ ഡോക്ടറെ കാണൽ ഇച്ചിരി പാടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമയം എപ്പോഴാണ് മോളെന്ന് ചോദിക്കുമ്പോൾ 2 മണി. കുഴപ്പമില്ല, എനിക്ക് 12 മണിക്കാണ്. എന്നാൽ ശരി, 12 മണിയാകുമ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ കഴിഞ്ഞിട്ട് നിൽക്കാം. അപ്പം അമ്മ എവിടെയാണ് വരണ്ടേന്ന് പറഞ്ഞാൽ മതി അമ്മ, ഞങ്ങൾ അവിടെ വന്നോളാം എന്ന് ഇങ്ങനെ ഗീതു പറയാം. അപ്പോൾ പറയാം, എന്നാൽ നിങ്ങളൊരു കാര്യം, സെൻട്രൽ ജയിലില്ല, അതിൻ്റെ അപ്പുറത്തുള്ളൊരു ജംഗ്ഷനില്ല, അവിടെ നിന്നോളാം, ഞാൻ അവിടെ വന്നാൽ മതി. നീ സെൻട്രൽ ജയിലിന് ജംഗ്ഷനിലോ, അമ്മ അവിടെ ഏത് കൊലപ്പുള്ളിയെ കാണാൻ, ജയിൽ പുള്ളിയെ കാണാനാണ് പോകുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുവാണ്. വിജയലക്ഷ്മി ഒന്ന് ഞെട്ടു കേട്ടോ. എന്നിട്ട് ഗീതു പറയും, ഞാൻ വെറുതെ ചോദിച്ചത് അമ്മ അന്ന് അമ്മ എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അവിടെ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ശരി അമ്മ എന്നാൽ അപ്പോൾ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഗീതു ഫോൺ ഇങ്ങനെ വെക്കുവാണ്. അതേസമയം പിന്നെ കാണിക്കുന്നത് വിജയലക്ഷ്മിയാണ്, ഒരു ജയിലിലാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ വിജയലക്ഷ്മി അവിടെ ചെന്നിട്ട് ജയിൽ സൂപ്രണ്ടിനോട് പറയുന്നുണ്ട്, എനിക്ക് അവരെ ഇങ്ങനെ കാണണമെന്ന് പറയും. അപ്പോൾ പറയും, അവർ ഭയങ്കര ഒരു സാധനം തന്നെയാണ്, മാഡം വന്നതല്ലേ, മാഡത്തിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ കൊണ്ടുപോവുകയാണ്. പറയും, അവർ ഇന്ന് കണ്ണൂർ ജയിലിൽ നിന്ന് വന്നതേ ഉള്ളൂ, ഭയങ്കര ഒരു സാധനം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ ചെന്നേച്ച് അനാർക്കലി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അവൾ തിരിഞ്ഞ് നോക്കണില്ല. അപ്പോഴത്തേക്കും പറയും, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ തിരിഞ്ഞ് നോക്കാതെ അനാർക്കലി അങ്ങോട്ടും തിരിഞ്ഞിരിക്കും കേട്ടോ. പുതിയൊരു കഥാപാത്രമാണ് അനാർക്കലി, അവരെ ജയിലിൽ പോയി കാണുന്നതാണ്. അപ്പോൾ പറയും, ഞാൻ വിജയലക്ഷ്മി സുബ്രഹ്മണ്യമല്ല, വിജയലക്ഷ്മി മാധവാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൾക്ക് ദേഷ്യപ്പെട്ടിട്ട് മുഖത്ത് ഭയങ്കര ദേഷ്യഭാവത്തിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുന്ന പോലും ഇല്ല, എനിക്കാരെയും കാണണ്ട എന്ന് പറയും. എന്നാൽ ശരി, അവളെ എന്നെ കാണണ്ട എങ്കിൽ അവളെ നിർബന്ധിക്കണ്ട, ഈ കത്ത് അവളുടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ കയ്യിൽ കത്ത് കൊടുക്കുവാണ്. എന്നിട്ട് വിജയലക്ഷ്മി അവിടുന്ന് പോകുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾ ആ കൂടെ ഉള്ളവരോട് പറയാം, ഇനി എന്നെ പലരും അന്വേഷിച്ച് വരും, എൻ്റെ ജയിലിലെ ഇങ്ങനെ കാലാവധി കഴിയാറായി, ഇനി എനിക്ക് പുറത്തിറങ്ങാറായി, എന്നെ അന്വേഷിച്ച് ഇനി പലരും ഇവിടെ വന്നു തുടങ്ങും, എനിക്കിനി ആരുടെ സഹായം ഇല്ലെങ്കിലും ഞാൻ എന്താണെങ്കിലും ഇറങ്ങേണ്ട ദിവസം ഞാൻ ഇറങ്ങിയല്ലോ, എനിക്ക് ആരുടെ ഒരു കത്തും വായിക്കണ്ട, എൻ്റെ മനസ്സിലെ കനൽ അടങ്ങിയിട്ടില്ല, അത് ഇരട്ടിയായിട്ടാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറയുകയാണ്.
എന്നിട്ട് പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവളുടെ മനസ്സിൽ മാധവ് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു അവസ്ഥ അതൊക്കെ അവളുടെ മനസ്സിലിങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് വേഗം ഇങ്ങനെ അവൾ കിടക്കുന്ന പായയുടെ അടിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അത് മാധവും വിജയലക്ഷ്മി ഈ അനാർക്കലിയും അവരുടെ മോളാണെന്ന് തോന്നുന്നു അവരെല്ലാം കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ കയ്യിൽ കത്ത് കൊടുത്തിട്ട് അവളെന്ത് ചെയ്താൽ കത്ത് മേടിക്കുന്നില്ല. അപ്പോഴത്തേക്കും കൂടെയുള്ളവളോട് കൊടുത്തിട്ട് സൂപ്രണ്ട് പറയും അവളുടെ കയ്യിൽ കൊടുക്കാൻ പറയും. അനാർക്കലി ആണെങ്കിൽ ലെറ്റർ മേടിച്ചിട്ട് വായിക്കുന്നൊന്നുമില്ല, അവളത് വലിച്ചു കീറി അങ്ങ് കളയുവാണ്. അതിനു മുന്നും ഈ വിജയലക്ഷ്മി അവളുടെ ഈ ലെറ്റർ കൊടുക്കുമ്പോൾ പറയും നീ ഇത് വായിച്ചു കഴിയുമ്പോൾ നീ എന്നെ കാണണമെന്ന് എന്താണേലും പറയും, അപ്പം നിനക്ക് അതിനൊരു മറുപടി ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ ആ ലെറ്റർ ഒന്നും വായിച്ചില്ല, അത് വലിച്ചു കീറി കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം. ഓക്കേ.